ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ. കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്കുള്ള പരിവർത്തനം നഗരവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും അനന്തരഫലമാണ്. കൂട്ടുകുടുംബങ്ങളിൽ കുട്ടികൾക്ക് പ്രായപൂർത്തിയായവരുടെ പരിരക്ഷ ലഭിക്കുന്നു. എന്നാൽ അണുകുടുംബങ്ങളിൽ അതിനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ 1 ഡസൻ കുട്ടികൾ ഉള്ള കുടുംബങ്ങൾ സാധാരണമായിരുന്നു. 10-12 കുട്ടികളുള്ള കുടുംബത്തെ അസാധാരണമായി ആരും കണ്ടിരുന്നില്ല. കെയറിങ്ങും ഷെയറിങ്ങും നിലനിന്നിരുന്നു. എന്നാൽ കാലക്രമേണ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. 2-3 കുട്ടികൾ മതി എന്ന അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് നാം 2, നമുക്ക് 2 എന്ന സ്ഥിതിയായി. ക്രമേണ നാം 1, നമുക്ക് 1 എന്നായി കാര്യങ്ങളുടെ പോക്ക്. അടുത്ത കാലത്തായി കുട്ടികൾ വേണ്ട എന്ന സ്ഥിതി ആയി. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് 21 വയസ്സായ പുരുഷനും 18 വയസ്സായ സ്ത്രീക്കും വിവാഹം കഴിക്കുവാനും കുടുംബമായി ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കും. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന പുരുഷനും സ്ത്രീയും വിവാഹത്തിൽ കൂടി യോജിക്കപ്പെടുന്നു. എന്നാൽ അവൻ്റെയും അവളുടെയും സ്ഥായിയായ സ്വഭാവം നിലനിൽക്കുന്നു. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ പാരമ്പര്യം, സാഹചര്യങ്ങൾ, മാതൃകകൾ അഥവാ റോൾ മോഡൽസ് എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നു. പരസ്പര വിശ്വാസവും സ്നേഹവും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സുമാണ് കുടുംബ ബന്ധങ്ങളെ ഉറപ്പിക്കുന്നത്. കൂട്ടുകുടുംബങ്ങളിൽ സന്ധ്യയാകുമ്പോൾ എല്ലാവരും ഒത്തുകൂടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഈ ഒത്തുചേരൽ സ്നേഹം പങ്കിടാനും ആശയവിനിമയം ചെയ്യുവാനുമുള്ള അവസരമായിരുന്നു. പുതിയ തലമുറയ്ക്ക് കുടുംബത്തിലുള്ളവർ ഒത്തുകൂടാനുള്ള അവസരം ലഭിക്കുന്നില്ല. മിക്കവാറും കുടുംബങ്ങളിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവും 1-2 കുട്ടികളുമാണുള്ളത്. ഭാര്യയും ഭർത്താവും ജോലിക്കും കുട്ടികൾ സ്കൂളിലും പോകും. വൈകിട്ട് വന്നാൽ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. ഭർത്താവ് മദ്യപാനത്തിലോ മൊബൈൽ നോക്കുന്നതിലോ ആണ് സമയം ചെലവഴിക്കുന്നതെങ്കിൽ ഭാര്യ വീട്ടുജോലികളിലോ സീരിയലുകൾ കാണുന്നതിനോ ആയിരിക്കും സമയം ചെലവഴിക്കുന്നത്. കുട്ടികൾ പഠിക്കുന്നതിനോ മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവയിലോ ശ്രദ്ധിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാനോ ഭക്ഷണം കഴിക്കുവാനോ ആരും സമയം കണ്ടെത്തുന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ ലോകത്തിൽ ജീവിക്കുന്ന അവസ്ഥയാണുള്ളത്. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാത്തതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തതുമാണ്. പാചകം ഒരു വീട്ടുപണി മാത്രമല്ല, അത് കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന അദൃശ്യ ബന്ധമാണ്. 1980കളിൽ അമേരിക്കൻ വീടുകൾ പാചകത്തിൽ നിന്ന് മാറി പുറത്തുനിന്നുള്ള ഭക്ഷണത്തിലും റെസ്റ്റോറൻറ്റുകളിലും കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകി. മക്കളെ സംസ്ഥാനവും വയോധികരെ സർക്കാരും നോക്കിക്കൊള്ളുകയും
ഭക്ഷണം സ്വകാര്യ കമ്പനികൾ നൽകുകയും ചെയ്താൽ കുടുംബത്തിൻ്റെ അടിസ്ഥാനം ഇളകുമെന്ന് അവർ പറഞ്ഞു. അന്നത്തെ കാലത്ത് വളരെ കുറച്ച് പേർ മാത്രമേ അത് ഗൗരവമായി എടുത്തുള്ളൂ. പക്ഷേ സ്ഥിതിവിവര കണക്കുകൾ അത് ശരിവെച്ചു. 1971 അമേരിക്കയിലെ 71% വീടുകളും പരമ്പരാഗത കുടുംബങ്ങളായിരുന്നു. ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. ഇന്ന് ആ സംഖ്യ വെറും 20% മാത്രമാണ്. ശേഷിച്ചവർ വയോധിക സദനങ്ങളിലും വാടക വീടുകളിലും വിഭജിക്കപ്പെട്ട് കഴിയുന്നു. ഇന്ന് 15% സ്ത്രീകൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. 12% പുരുഷന്മാർ കുടുംബത്തിനുള്ളിൽ തന്നെ ഏകാകികളായി. 41% കുട്ടികൾ വിവാഹത്തിന് മുമ്പാണ് ജനിക്കുന്നത്. വിവാഹമോചനത്തിൻ്റെ നിരക്ക് ഒന്നാം വിവാഹത്തിൽ 50%, രണ്ടാം വിവാഹത്തിൽ 67%, മൂന്നാം വിവാഹത്തിൽ 74% ആണ്. ഈ തകർച്ച ഒരു അപകടം കൊണ്ടല്ല, അത് അടുക്കള അടയ്ക്കപ്പെട്ടതിൻ്റെ മറഞ്ഞിരിക്കുന്ന സാമൂഹ്യ ചിലവാണ്. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്തുകൊണ്ടാണ് അത്ര പ്രധാനമായത്? കാരണം അത് പോഷണം മാത്രമല്ല തരുന്നത്, അത് സ്നേഹവും ബന്ധവും സ്വന്തമായുള്ള ഒരു ഉൾപ്പെടലുമാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹൃദയങ്ങൾ അടുത്തു വരുന്നു. മക്കൾ മുത്തശ്ശിയും മുത്തശ്ശന്മാരിൽ നിന്ന് കുടുംബത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ, ജ്ഞാനം എന്നിവ ഏറ്റെടുക്കുന്നു. ബന്ധങ്ങൾ മൃദുവായി കൂടുതൽ ദൃഢവും അടുപ്പത്തിലുമാകുന്നു. പക്ഷേ ഓരോരുത്തരും ഒറ്റയ്ക്ക് മൊബൈൽ സ്ക്രീൻ നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ വീട് ഒരു ഗസ്റ്റ് ഹൗസാകുന്നു. കുടുംബ ബന്ധങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സിനെ പോലെ ഔപചാരികവും അകലം നിറഞ്ഞതും താൽക്കാലികവും ആകുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ചെലവും അത്ര തന്നെ ഭയപ്പെടുത്തുന്നവ ആണ്. മോശം എണ്ണകൾ, കൃത്രിമ രുചികൾ, ഫാസ്റ്റ് ഫുഡ് അധീനത എന്നിവ തലമുറകളെ അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയുമായി പോരാടുന്ന അവസ്ഥയിലാക്കുന്നു. ജാപ്പനീസ് കുടുംബങ്ങൾ ഇന്നും പാചകത്തെയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെയും വളരെ പ്രാധാന്യത്തോടെ ഓർക്കുന്നു, കാത്തു സൂക്ഷിക്കുന്നു. അതാണ് അവരുടെ ഉയർന്ന ആയുർദൈർഘ്യത്തിനുള്ള പ്രധാന കാരണം. അടുക്കള ഭക്ഷണം ഒരുക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, അവിടെ ബന്ധങ്ങൾ പോഷിപ്പിക്കപ്പെടുന്നു. പരമ്പരാഗത കുടുംബശൈലികളും പെരുമാറ്റങ്ങളും കുടുംബത്തിലെ പുതിയ തലമുറയിലേക്ക് കൈമാറപ്പെടുന്നു. അതിലൂടെ കുടുംബങ്ങൾ സ്നേഹത്തോടെ ഒരുമിച്ച് നിലനിൽക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള ഒരു പ്രധാന കാരണം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് ആണ്. മുൻപ് അവിഹിത ബന്ധം എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. കുടുംബിനിയായ സ്ത്രീയുടെ പരപുരുഷ ബന്ധത്തെ മീഡിയ വിശേഷിപ്പിക്കുന്നത് ആൺ സുഹൃത്ത് എന്നാണ്. അതുപോലെ പുരുഷന് അന്യ സ്ത്രീയുമായിട്ടുള്ള അവിഹിത ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത് പെൺസുഹൃത്ത് എന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിഷിദ്ധമായിരുന്ന അവിഹിത ബന്ധങ്ങൾ ഇപ്പോൾ സമൂഹം അംഗീകരിക്കുന്ന ബന്ധങ്ങളായി പരിണമിച്ചിട്ടുണ്ട്. പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന മദ്യപാനം, ലഹരിമരുന്നിൻ്റെ ഉപയോഗം തുടങ്ങിയ മേഖലകളിലും സ്ത്രീകൾ കടന്നു കയറിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
കുട്ടികളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ച അത്യാവശ്യമാണ്. ഒരു കുഞ്ഞ് അതിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമാണ്. മാതാവോ പിതാവോ അധ്യാപകനോ അധ്യാപികയോ കുഞ്ഞിൻ്റെ റോൾ മോഡൽ ആകുന്നു. ഒരു കുഞ്ഞിൻ്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെയാണ്. അവൻ്റെ മനസ്സിൽ കുഞ്ഞായിരിക്കുമ്പോൾ കോറിയിടുന്ന കാര്യങ്ങൾ അവൻ്റെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കുന്നു. അവനിൽ നല്ല കാര്യങ്ങളുടെ അടിത്തറയിട്ടാൽ അവൻ്റെ സ്വഭാവ രൂപീകരണം നല്ല വഴിയിലേക്ക് തിരിയുന്നു. ചീത്ത സ്വഭാവങ്ങൾ ശീലിച്ചാൽ ക്രമേണ അവൻ കുറ്റവാളിയോ സാമൂഹ്യ വിരുദ്ധനോ ആയിത്തീരുന്നു. ശിഥിലമായ കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾ തെറ്റായ മാർഗത്തിലേക്ക് നീങ്ങുന്നതിനുള്ള കാരണം അതാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കേരളത്തിൽ അനിയന്ത്രിതമായി വർദ്ധിക്കുകയാണ്. മക്കളാൽ മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത കേൾക്കാതെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മക്കൾ വയലൻ്റ് ആകുകയും മാതാവിനെയോ പിതാവിനെയോ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ആത്മഹത്യാ പ്രവണതയും കൂടുതലാണ്. പ്രതിസന്ധികളെ നേരിടാനുള്ള മനോധൈര്യം പല കുട്ടികൾക്കും ഇല്ല. ലിവിങ് ടുഗദർ, ഹോമോസെക്സ്വൽ റിലേഷൻസ്, ലെസ്ബിയൻ റിലേഷൻസ് മുതലായവ നിന്ദ്യവും നികൃഷ്ടവുമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അത്ര വലിയ കുറ്റമല്ല എന്ന മനോഭാവത്തിലേക്ക് സമൂഹം മാറുകയാണ്. ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സമൂഹ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ വളർത്തുവാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. മാതാപിതാക്കൾ അതിൽ പരാജയപ്പെട്ടാൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ കാര്യങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങി നൽകുന്നത് മാത്രമല്ല മാതാപിതാക്കളുടെ കർത്തവ്യം. എല്ലാ കാര്യങ്ങളിലും ഒന്നാമനാകുവാൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല ലക്ഷ്യം. പരസ്പരം സ്നേഹിക്കാനും പങ്കുവയ്ക്കുവാനും അവരെ പഠിപ്പിക്കണം. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള മനോബലം നൽകണം. ദൈവിക ചിന്തകൾ അവരിൽ വളർത്തണം. മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ പരാജയപ്പെട്ടാൽ അത് സമൂഹത്തിൻ്റെ നാശത്തിലായിരിക്കും അവസാനിക്കുന്നത്.